ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്നാണ് സിപിഎമ്മിന്റെ വാദം. എന്നാൽ ടി.പി. കേസിലെ പ്രതിയായ ടി.കെ. രജീഷിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട രജീഷ് അടക്കമുള്ള പ്രതികൾക്കായാണ് സിപിഎം അപ്പീൽ പോകുന്നത്. ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കൊലയാളി സംഘത്തിലെ പ്രധാനിയായിരുന്നു ടി.കെ. രജീഷ്. കേസിലെ മുഖ്യപ്രതിയെന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത്. ടി.കെ. രജീഷ് അടക്കമുള്ള കൊലയാളി സംഘങ്ങളുമായി ബന്ധമില്ലെന്നായിരുന്നു സിപിഎം വാദം. എന്നാൽ അതേ പ്രതിക്കായി മറ്റൊരു കേസിൽ സിപിഎം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകനായിരുന്ന സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയാണ് രജീഷ്. സിപിഎം മുൻ ഏരിയ ലോക്കൽ സെക്രട്ടറിമാരാണ് കേസിലെ മറ്റു പ്രതികൾ. കോടതി ശിക്ഷിച്ച മുഴുവൻ പ്രതികൾക്ക് വേണ്ടിയും അപ്പീൽ നൽകാനാണ് പാർട്ടി തീരുമാനം. ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. ടി.പി. കേസിൽ ടി.കെ. രജീഷിനെ പ്രസ്താവനകളിലൂടെ തള്ളിക്കളഞ്ഞ സിപിഎം പക്ഷേ സൂരജ് വധക്കേസിൽ ചേർത്ത് പിടിക്കുന്നു. ടി.പി. വധക്കേസ് പ്രതിയടക്കം അതെല്ലാം പിന്നീട് പ്രതികളാക്കപ്പെട്ടതാണ്. അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിഷയമല്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർ കോടതിയുടെ മുമ്പാകെ വന്ന വസ്തുതകളോ തെളിവുകളോ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടതാണെങ്കിലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് നിയമ സംവിധാനത്തിന് മുമ്പാകെയും അപ്പീലായി സമർപ്പിക്കും. നേരത്തെ ടി.പി. കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം വിവാദമായതോടെ സർക്കാർ പിൻവലിച്ചിരുന്നു. ഇളവിനുള്ള പട്ടികയിൽ ഇടം പിടിച്ചവരിൽ ഒരാളായിരുന്നു ടി.കെ. രജീഷും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.